ചില സിനിമകളെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത് അതങ്ങനെ സംഭവിക്കുകയാണ്, നല്ല സിനിമകൾ സംഭവിക്കുകയാണെന്ന് പറയും. ഇതങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ്. ഈ സിനിമ സഞ്ചരിച്ച വഴികൾ എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ ഇതിൻ്റെ ലോഞ്ച് സിനിമയായിട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസർ, അന്ന് തമിഴിൽ വലിയ വലിയ വിജയകരമായ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ് KT കുഞ്ഞുമോൻ. അദ്ദേഹം ജെന്റിൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു, മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യണമെന്ന്. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ റൈറ്റർ രഞ്ജിത്തുമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് കഥ ആലോചിച്ചിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാചർച്ചകളുടെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ മുട്ടാൻസ് ഹോട്ടലാണ്, ഒന്ന് സമയം ബോറടി മാറ്റാൻ വേണ്ടിയിട്ടൊരു സിനിമ കാണാൻ പോയി. അതാണ് ഹാപ്പി എഗോ എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റായ ഹിന്ദി സിനിമ. അവിടെ തിയേറ്ററിലാണ് 100-ാം ദിവസം ഓടുമ്പോഴാണ് കാണുന്നത്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, നമുക്ക് മലയാളത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ളൊരു ഒരു കളർഫുൾ മ്യൂസിക്കൽ ഡാൻസ് ഒക്കെ ഉള്ള ഒരു എൻ്റർടൈനർ നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യാം. അതിൽ നിന്നാണ് അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. അതിലൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി KT കുഞ്ഞുമോൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പത്തെ സിനിമയിൽ ട്രെയിനിന് മുകളിൽ കൂടെ ജീപ്പ് ചാടുന്ന അങ്ങനെ ഭയങ്കര ആക്ഷൻസും ഒക്കെ ഉള്ള വലിയ സിനിമയാണെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയുണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തമിഴ് പ്രൊഡ്യൂസർ വരുന്നു. തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ വന്നപ്പം അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു. ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഈ കഥ പറയുകയും അവർക്കത് താല്പര്യമാവുകയും അങ്ങനെ അവർ ഈ പ്രോജക്റ്റിലേക്ക് എത്തുന്നത്. ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു നായിക ആരാണ് എന്നുള്ള എൻ്റെ മനസ്സിൽ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു മഞ്ജുവാണ്. മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യണം. അതിൻ്റെ കണ്ണാടിക്കൂടും കൂട്ടി എന്ന് പറയുന്ന പാട്ട് പെട്ട് ആ ഷൂട്ട് ചെയ്യുന്ന ഒരു രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി പറയുന്നത്. മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്ന് അത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ജുവും ആ പ്രോജക്റ്റിലേക്ക് വരികയാണ്. തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു ബിസിനസ് ടാക്ടിക്സാണ്. ഇവർ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടത്തുക, ഒരു പൂജ സെറമണി നടത്തുക, അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാൻ സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് മഞ്ജുവും പ്രഭുവും അഭിനയിക്കുന്ന ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത സിനിമ ഏതാണത്. ആ ഒരു പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല. ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ 2 ദിവസത്തിനുള്ള ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്തേക്കും പ്രോജക്റ്റ് ഡ്രോപ്പായി. പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുള്ള ഒരു ഫിനാൻഷ്യൽ എന്തൊരു ഇൻട്രൻസ് വന്നു നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു രഞ്ജിത്തായിരുന്നു, രഞ്ജിത്ത്. തുടരുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ രഞ്ജിത്തായിരുന്നു. അദ്ദേഹം സിയാദ് കോക്കറിൻ്റെ ഒരു മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട്. അപ്പോൾ എൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ രഞ്ജിത്തായിരുന്നു. ഇപ്പോൾ രഞ്ജിത്ത് എന്നും രാവിലെ കുറേ പേപ്പറൊക്കെ ചുരുട്ടി പിടിച്ച് പോകും. സിബിസാറിൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനാണെന്ന് പറഞ്ഞ് പോകും. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി, പക്ഷെ മലയാളത്തിൽ ഗംഭീര കഥയാണ്, മലയാളത്തിലെടുത്താൽ നന്നാവും. അപ്പോൾ സിയാദ് ഞാൻ ആ കഥ കേൾക്കാമെന്ന് പറഞ്ഞ് സിയാദ് കഥ കേൾക്കുന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രഭുവിൻ്റെ റോഡിലേക്ക് ഒരാളെ കണ്ടെത്തണം. അങ്ങനെ സുരേഷ് ഗോപി വരുന്നു. അങ്ങനെ ഇതേ പ്രോജക്റ്റ് മലയാളത്തിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റായി. അപ്പോഴൊന്നും അതിൻ്റെ ക്ലൈമാക്സിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം എഴുതിയിട്ടില്ല. സ്ക്രിപ്റ്റ് എഴുതി വരുന്നേ ഉള്ളൂ. ഷൂട്ടിങ്ങിൻ്റെ ഒരു പകുതിയായപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ആര് വേണം? കമലഹാസൻ വേണം, രജനീകാന്ത് വേണം എന്നൊക്കെ പറഞ്ഞ ചർച്ചകളോടുകൂടി അത് ലാലിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വഴികളോട് സഞ്ചരിച്ചു. ഇതിൻ്റെ റിലീസ് വരുമ്പോഴും നമുക്കൊരു പ്രശ്നം. ഹരികൃഷ്ണൻ എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയുടെ ഒപ്പം 1998 ഓണത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും അതിൻ്റെ കൂടെ ഇറങ്ങേണ്ടിയിരുന്ന ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ, ഈ വലിയ സിനിമ ഹരികൃഷ്ണനെ കണ്ടു ഒന്ന് റിലീസ് മാറ്റാതാണ് പഞ്ചാബി ഹൗസ്. പക്ഷെ ഞങ്ങൾ ഈ സബ്ജക്റ്റിലുള്ള സിനിമയിലുള്ള കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ സിനിമ റിലീസ് ചെയ്തു.
2 സിനിമയും ഒരേ പോലെ ഒരു ഓണക്കാലത്ത് 2 സിനിമകൾ ഒരുമിച്ച് സക്സസ്ഫുൾ ആകുക എന്നുള്ളത് അപൂർവമാണ്. ഈ സിനിമ രണ്ടും വിജയിച്ചു. ഇപ്പോൾ കാലം അതിനെ കാത്തു വെച്ച് മറ്റൊരനുഭവത്തിലേക്ക് എത്തുകയാണ്. അത് 27 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സിനിമ ഇന്നും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഇതിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അതേ നിലയിൽ തുടരുകയാണ്. ഞാൻ ഏത് ക്യാമ്പസിൽ, പ്രത്യേകിച്ചും വിമൻസ് കോളേജിലൊക്കെ ഏതെങ്കിലും ഫംഗ്ഷൻ ഇപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം പൂച്ചയെ കൊണ്ടുപോയത് ആരാണെന്നുള്ളതാണ്, പൂച്ച അയച്ചതാരാണെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് പേര് വെച്ച് പുലർത്തുന്നുണ്ട്. അതും ഇപ്പോഴും സസ്പെൻസായിട്ടാണ് തന്നെ തുടരട്ടെ. സിയാദ് കോക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഈ സിനിമ ചെയ്യുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നത്. അന്ന് എനിക്ക് എൻ്റെ തിരക്കുകൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല. യാദൃശ്ചികമായിട്ട് സിയാദിലേക്ക് സിനിമ എത്തിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് ഈ സമ്മറാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഞാൻ മിസ് ചെയ്തൊരു നല്ല പ്രൊഡ്യൂസറെയാണ് ഇത്രയും കാലം. കാരണം ഒരു സിനിമയെ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. കഥ എന്താണ്, ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ എത്രാമത്തെ സീൻ ചോദിച്ചാൽ പറയുന്ന ആളാണ്. അത്രമാത്രം ആ സിനിമയെ ഫോളോ ചെയ്യുന്നത്. ഏത് കഥയും നമ്മളൊരു കഥ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ ആ കഥ പറയും, തിരിച്ചങ്ങോട്ട് ഇങ്ങോട്ട് പറയും. അങ്ങനെ സിനിമയെ പാഷനോടുകൂടി സമീപിക്കുന്ന അപൂർവം പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിയാം. സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ ഈ പൈസ മുടക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി ഏതറ്റം വരെയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായ ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും നല്ല പ്രൊഡ്യൂസർമാരാണ് മനസ്സിലാക്കുന്നത്. സിയാദ് ഈ സിനിമ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും ഗംഭീരമായ വിഷ്വൽസും കാര്യങ്ങളും കളർഫുൾ ആയിട്ടുള്ള സിനിമ ഉണ്ടാകുന്നത്. ദേവദൂതിൽ അത് തന്നെയാണ് സംഭവിച്ചത്. സിനിമയുടെ ക്വാളിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്ന പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ സിനിമ വീണ്ടും 21 വർഷത്തിന് ശേഷം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്നും ഈ സിനിമ അതിൻ്റെ ആ യൗവനം നിലനിർത്തി 27 വയസ്സിൻ്റെ പ്രായം ആ സിനിമയ്ക്കായിട്ടില്ല. ഇന്നും മഞ്ജുവിനെ പോലെ ആ യൗവനം ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾക്കായിട്ട് ചില സർപ്രൈസുകൾ ഈ വേദിയിൽ സംഭവിക്കും. പ്രായത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുമില്ലെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഈ സംഘടനയിലേക്ക് എത്തിയ എല്ലാവർക്കും ഈ ചടങ്ങ് വിജയകരമായി ഇത് പരിചയസാധിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാ സാന്നിധ്യങ്ങളും കൂടെയുള്ളതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു. നമസ്കാരം. CP പറഞ്ഞ തന്നെ വളരെ യാദൃച്ഛികമായി ഞാൻ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം. ഞാൻ സത്യനന്ദിക്കാടും ഒക്കെ ആയിരുന്നു BTH ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ പടത്തിൻ്റെ ഡിസ്കഷൻ്റെ ഇടയിലാണ് ഞാൻ പോയി മീറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് എനിക്കൊരു പടം ചെയ്യണം. നമുക്ക് ചെയ്യാം. കുറച്ച് പടങ്ങളായി. പക്ഷേ 10 വർഷത്തിന് ശേഷമാണ് അത് സംഭവിച്ചത്. CP ആദ്യം പറഞ്ഞ പോലെ തന്നെ സിനിമ സംഭവിക്കുന്നതാണ്. നമ്മൾ നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാം, എൻ്റെ ഭാവനയിലുള്ള കാര്യമൊന്നും നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാം എന്നും പറഞ്ഞിറങ്ങിത്തിരിക്കുന്നില്ല. അത് സംഭവിക്കപ്പെടും. അതിന് തോട്ട് പ്രോസസ്സുണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തിണങ്ങി വരുമ്പോൾ ഇത് സംഭവിക്കുന്നതാണ്. ഈ സംരംഭത്തിൻ്റെ ഒരു പ്രത്യേകത CP നേരത്തെ സൂചിപ്പിച്ചു. ഇതിൻ്റെ ക്ലൈമാക്സ് നിരഞ്ജൻ എന്ന കഥാപാത്രം ഇല്ല. സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി പകുതിയായപ്പോഴും ഇല്ല. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ആമിയുടെ കൂടെ ചുറ്റുപാടുമുള്ള ഡെന്നിസിനെയും അങ്ങനെയുള്ള കുറേ കാര്യം ഒരു എക്സ്കർഷൻ മൂഡിലുള്ള സിനിമയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. അതൊരു വെക്കേഷൻ ടൈമിലാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നെൻ്റെ മകള് ഇവിടെയുണ്ട്. അവളൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. മഞ്ജുവിന് ഒക്കെ അറിയാം. പക്ഷെ ഇപ്പോഴും അതിശയത്തോടുകൂടിയാണ് മഞ്ജു ഇന്ന് അവളെ മീറ്റ് ചെയ്തത്. അവൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റിലല്ലാതെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഒരു സിനിമ ചെയ്യുക ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. അപ്പം അങ്ങനെ ഉണ്ടായ സിനിമയാണ്. ആ സിനിമ ഇതേമാതിരി തന്നെ നിരഞ്ജനൊക്കെ വന്നു, അതൊക്കെ കംപ്ലീറ്റഡായി. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനിണങ്ങിയ ഒരു സിനിമ അത് ജീവിതത്തിൽ 1-2 സിനിമകളെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഉണ്ടാകുന്നു. അത് തീർച്ചയായിട്ടും എനിക്ക് കാര്യം. പിന്നെ ഇതിനൊരു ഇൻസ്പിറേഷൻ, ഇത് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു സെക്കൻഡ് റിലീസ് പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് കിട്ടിയ ദേവദൂതന് ഞങ്ങളുടെ ടീം വർക്ക് CPയും
അതിന് ബന്ധപ്പെട്ടവരെല്ലാവരും തന്നെ കൂടെ നിന്നുകൊണ്ടും ഞങ്ങളത് റിലീസ് ചെയ്തു. 4K അറ്റ്മോസിൽ 4K ഇതിൽ നമ്മൾ അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിൽ കൂടെയൊക്കെ റിലീസ് ചെയ്ത് ഒപ്പൻ ഹിറ്റായി വന്നു. അപ്പോഴാണ് നമുക്കിത് തോന്നിയത്, നമുക്ക് ഈ ഒരു സമ്മറിൻ ബത്തിലേയും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം. അപ്പം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി പൂച്ചയെ ആരാണ് അടച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ജേണി വേണം. പല സോഷ്യൽ മീഡിയയിലും പലപ്പോഴും ചോദിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് ഞങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് അദ്ദേഹം ഒരു പാലയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിൻ്റെ ലൊക്കേഷന് വേണ്ടി സെർച്ചിങ്ങിലാണ്. അദ്ദേഹം ഇവിടെ എത്തേണ്ടതായിരുന്നു. രഞ്ജിത്തിനോട് ഞാനും സിബിയും കൂടെ സംസാരിച്ചു. അപ്പോൾ ഒരു സ്പാർക്ക് അവിടുന്ന് പുള്ളി പറഞ്ഞു. എൻ്റെ ഒരു മണ്ടത്തരത്തിന് ഞാൻ വിളിച്ച് മഞ്ജുവിനോടും പറഞ്ഞു, മഞ്ജു ഇതിങ്ങനൊരു സാധനം ചെയ്യോട്ടെ, റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. സ്നേഹബന്ധം കൊണ്ടിട്ടാണ്. പക്ഷേ പിന്നെ അത് വർക്കൗട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലാസ്റ്റ് ഇതിൻ്റെ റിലീസ് കഴിഞ്ഞുള്ള റെസ്പോൺസ് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കുക എന്ന് രഞ്ജിത്ത് പറയുകയും, അപ്പം ഇതിനൊന്നും കൂടെ സ്പീഡാകുകയും, ഇത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബി, രഞ്ജിത്ത്, മഞ്ജു എല്ലാവരും ഉണ്ടെങ്കിലും വിദ്യാസാഗർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു മ്യൂസിക്കിൽ. ആ വിദ്യാസാഗറിൻ്റെ കഴിവുകളും അതിന് പറ്റിയ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായ ഗിരീഷ് പുത്തഞ്ചേരി, അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല പാട്ടുകളാണ് ഇതിൽ വേണ്ടി ലിറിക്സ് തന്നത്. അതേമാതിരി തന്നെ സഞ്ജീവ് ശങ്കർ ഞങ്ങളുടെ ക്യാമറമാൻ, അദ്ദേഹം കൂടെയുണ്ട്. ബോബൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആ ഡയറക്ടർ. കോസ്റ്റ്യൂമർ സതീശനും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഇന്ന് ആ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 4K റെസൊല്യൂഷനിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എത്രയോ ഭംഗിയാണ് ആ സിനിമ എന്ന് ഇപ്പം ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റി. ഇത് കാലപ്പഴക്കം തോന്നിക്കാത്ത വിധത്തിൽ ഈ കോസ്റ്റ്യൂംസൊക്കെ മഞ്ജുവൊക്കെ ഇട്ട് കാണുമ്പോൾ ഇന്നത്തെ എല്ലാ അപ്ഡേറ്റ്സിനെയും മുകളിൽ നിൽക്കുന്ന വിധത്തിലുള്ള കോസ്റ്റ്യൂംസും എല്ലാം കണ്ടുകൊണ്ട് വളരെ സന്തോഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും സിനിമാ തിയേറ്ററിൽ വരുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും സിനിമ കാണുക. ഇത്രയും മാത്രം ഞാൻ അഷ്യൂർ ചെയ്യുന്നു. എല്ലാം നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എനിക്കിത് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ശരിക്കും ഇപ്പോൾ ഇവിടെ സിബി സാറും സിയാദിക്കാൻ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോൾ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമരൻ ബത്ലഹേമിൻ്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത്. ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ളൊരു സിനിമയാണെന്നോ, എന്തുമാത്രം സ്പെഷ്യലായിട്ടുള്ള, എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം, ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചി വളരെ യങ് ആയിരുന്നു. ഞാൻ 17 വയസ്സ്, 6 കഴിഞ്ഞിട്ടാണെങ്കിൽ 18 വയസ്സ്. 18 വയസ്സായിരുന്നു. അപ്പോ അന്ന് സിബി സാറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണ്ണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറാം തമ്പുരാനും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ, അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷേട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ, അപ്പൊ അതിലിവിടെ നിവ്യ ഉണ്ട്, അൻസു ഉണ്ട്, കൃഷ്ണയുണ്ട്, ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു, മഞ്ജു,
മഞ്ജുള, സംഗീത, ശ്രീജ, അങ്ങനെ ഞങ്ങള് എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപ്പിലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും, പിന്നെ സിയാദൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ഷൂട്ടും നടന്നത്. അപ്പൊ എല്ലാവരുടെ ഫാമിലീസും എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബംഗ്ലാവും, ലിൻബർത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും, അവിടെയുള്ള കുറേ തമാശകളും, ജനാർദ്ദനൻ ചേട്ടനും സുകുമാരി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സുകുമാരി അമ്മ അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിൽ ഉണ്ടാക്കി തരുന്ന നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരി അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. മണിച്ചേട്ടന്റെ തമാശകൾ, ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു. അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം, അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയും ഇപ്പൊ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും ലേയേർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്ന ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് പൂർണ്ണമായിട്ടും സിബി സാറിന്റെയും രഞ്ജിയേട്ടന്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഒന്നും എന്തായാലും ഇല്ല. ശരിക്കും ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ, എന്ത് മാനസികാവസ്ഥയെ കൂടി ആയിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെന്റൽ ജേർണി ഒരുപക്ഷെ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ഒരു റിലീസിന്റെ ഒരു ട്രെൻഡ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട്. ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനുള്ളൊരു സിനിമ റിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിയാദ്ക്കയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റിലീസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് 4K ഡോൾബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പം അത് വളരെ നല്ല ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം, അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം. ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി. ബേസിക്കലി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് നന്ദി പറയേണ്ടത് ഈശ്വരനോടാണ്. ആക്ച്വലി ഈ ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇതൊരു ഡിവൈൻ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. രണ്ടാമത് സിബിയങ്ങളും പപ്പയും ഒക്കെ വളരെ ചെറുപ്പം മുതൽ ഇവർ സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. സോ അവരുടെ ആ ഒരു ജേർണി ഏതെങ്കിലും രീതിയിൽ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ആ ഒരു ക്രിയേഷൻ വീണ്ടും തിയേറ്റേഴ്സിൽ എത്തിക്കാൻ പറ്റുന്നതും എനിക്കൊരു വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ആണ്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു മഞ്ജു ചേച്ചി, ബിക്കോസ് ചേച്ചീനെ ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു 27 years ബാക്ക് ആ ലൊക്കേഷനിൽ വെച്ച് കണ്ട അതേ സന്തോഷത്തോടു കൂടിയും അതേ ഒരു ഹാപ്പിനെസ്സോടു കൂടിയാണ് ഈ റിലീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്രോച്ച് ചെയ്തത്. ഓൾ ഷീ സെഡ് വാസ് we will be a part of it and we will do it together. So I have to thank you for that ചേച്ചി. പിന്നെ എനിക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത് ഒരു 2 ഫാമിലീസിനെ പറ്റിയിട്ടാണ്. സോ there are two families who are very close to my heart. അവർ ഇന്നും നമ്മുടെ ഈ സമരം ബത്ലഹേം 4K റിലീസിന്റെ ജേർണിയിൽ ഒരു വലിയ പാർട്ടാണ്. I would like to call upon to the stage അഞ്ജന ടാക്കീസ് റെപ്രസെന്റ് ചെയ്യുന്ന ഫിലിപ്പ് സക്കറിയ and Anjana Philip, and also very close Binu sir and Sangeeta Chechi and his family. So please do come on to the stage. 27 വർഷം മുന്നേ ഈ സിനിമ റിലീസ് ചെയ്യുമ്പം അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. സോ അന്നത്തെ അന്ന് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു വെക്കേഷൻ മൂവി, ഇത് ഞങ്ങൾ ആ സമയത്ത് ടീനേജ് ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും, ബിക്കോസ് ആ ടീനേജിൻ്റെ ആ സ്റ്റേജിൽ വന്നില്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങളിത് ഒരുപാട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ്.
അതേപോലെ മഞ്ജു ചേച്ചിയുടെ അന്നത്തെ കോസ്റ്റ്യൂം, അന്നത്തെ ആ ഒരു ഫാഷൻ, അത് എത്രമാത്രം ഞാൻ എൻ്റെ പിന്നീടുള്ള ലൈഫിലും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ എന്താ പറയുക, വളരെ സന്തോഷമുണ്ട് ഈ ഒരു സമ്മർ ഇൻ ബെത്ലഹേം മൂവിയുടെ ഭാഗമാവാൻ പറ്റിയത്. മീനാക്ഷി പറഞ്ഞ പോലെ ചില സിനിമകൾ അങ്ങനെയാണ്, നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത ചില മൂവീസ്. ഇപ്പം സിബി മലയാൽ സാറിൻ്റെ പല മൂവീസ് എടുത്ത് നോക്കിയാലും, സിയാദ് സാറിൻ്റെ പല മൂവീസ് എടുത്ത് നോക്കിയാലും, മനസ്സുള്ളവർക്ക് സമാധാനം. സോ ഇതൊക്കെ എത്ര കണ്ടാലും എത്ര പ്രാവശ്യം ടി വിയിൽ നമ്മൾ വന്ന് കണ്ടാലും മതിയാവാത്ത മൂവീസാണ്. സോ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ താങ്ക്സ് ടു ദി യൂണിവേഴ്സ്, താങ്ക്സ് ടു സിയാദ് സാർ, സിമി ബാലയിൽ സാർ, പിന്നെ താങ്ക്സ് ടു എവറിഡേ മൂവീസ് ആൻഡ് മൈ ഡിയറസ്റ്റ് ഹസ്ബൻഡ്. ബിക്കോസ് ഈ ഒരു മൊമെന്റ് എനിക്ക് തന്നതിനകത്ത് ഇവരെല്ലാം കൂടെ ചേർന്നാണ് എനിക്കിങ്ങനെ ഇവിടെ ഒരു മൊമെന്റിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയത് തന്നെ. സോ ഐ എം വെരി ഹാപ്പി. താങ്ക് യു. ഐ എം വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ടീം. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു വിദേശ മലയാളിയാണ്. ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് പുറത്താണുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ഇങ്ങനൊരു സംരംഭം ഇത് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സംരംഭത്തിൽ കണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 27 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഇപ്പോഴുള്ള സമകാലീന സിനിമാ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ അന്ന് ഇത്തരത്തിലൊരു പടം, അത്ര കളർഫുൾ പടം, നമ്മളൊരു പക്ഷെ 4K ആയില്ലെങ്കിൽ പോലും അത്ര കളർഫുൾ ആയിരുന്നു. മഞ്ജുവൊക്കെ, മഞ്ജു ചേച്ചി നിൽക്കുക, എന്നൊക്കെ ഇളയതുകൊണ്ടുണ്ട്, എല്ലാവരും മഞ്ജു ചേച്ചി നിൽക്കുന്നവരും മഞ്ജു നിൽക്കുകയാണ്. അപ്പോൾ മഞ്ജുവൊക്കെ ആ ഒരു അന്നത്തതിനേക്കാൾ ഒന്നുകൂടി ചെറുപ്പമായിട്ട് ഇരിക്കാൻ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ സിനിമയോട് താല്പര്യം കാണിക്കാനുള്ള പ്രധാന ഒരു കാര്യം എൻ്റെ ഒരു മൂത്ത മകനാണ്. ഓക്കെ, വിത്ത് ഓൾ യുവർ പെർമിഷൻ ഐ ഇൻവൈറ്റ് ഹിം ടു ദ സ്റ്റേജ്. സത്യത്തിൽ അവൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഒരു സിനിമ. അപ്പം സത്യം പറഞ്ഞാൽ അവന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു സിനിമാ ലോകത്തിലേക്ക് എത്തിപ്പെട്ടതും. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എഫക്റ്റിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അവന് എല്ലാവരും ഒരു കയ്യടി കൊടുക്കണം. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ല വിജയമാകട്ടെ. കുറേ ഞാൻ ക്ഷമ പഠിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പം താങ്ക് യു സോ മച്ച്. 27 വർഷങ്ങൾക്ക് മുമ്പ് 5-8 ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത്. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഞാൻ സിനിമ കാണാതിരുന്നിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതുപോലെ ഇപ്പം എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഏത് സിനിമ റിലീസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഞാൻ സംരംഭത്തിൽ അവർ ചോദിക്കും ഏത് സിനിമ സംരംഭത്തിൽ, ഞാൻ കൺഫ്യൂഷൻ തീർക്കുന്ന പാട്ടില് ആ പാട്ടിന്റെ സിനിമയാണ് റിലീസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് അവർ അറിയുന്നത് തന്നെ ഈ സിനിമ ഇറങ്ങുന്നുണ്ട്. സത്യം ആ സമയത്ത് ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പാട്ടായാലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം സത്യം പറഞ്ഞാൽ അത് റിലീസ് ചെയ്തതിന് ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം സത്യം എല്ലാവരും ഒരു വീക്കെൻഡിൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ സത്യം പറഞ്ഞാൽ പോയി തീർച്ചയായും കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരു ഫാമിലി ഫീൽ ഗുഡ് ഹ്യൂമർ ഫാമിലി പടമാണ്. എല്ലാവരും തീർച്ചയായും പോയി കാണണം സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു.